2 ദിവസത്തെ സന്ദർശനത്തിനായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ഭാരതത്തിലെത്തി. സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന സമാധാന സമ്മേളനത്തിൽ ഭാരതത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. റഷ്യയുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ നിലപാടുകൾ ഏറെ നിർണായകമാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ യുക്രൈൻ വിദേശകാര്യമന്ത്രിയുടെ ഭാരതത്തിലേക്കുള്ള വരവ് എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ ഭാരത സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ദിമിത്രോ കുലേബയുടെ സന്ദർശനം ആദ്യമായാണ് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായതിനു ശേഷം ഭാരതം സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, സമാധാന സമ്മേളനത്തിൽ സ്വിറ്റ്സർലൻഡിൻ്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന സമാധാന സമ്മേളനത്തിൽ, ലോക സമാധാന സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന യുക്രൈനിൻ്റെ ആ ഒരു അനിവാര്യമായൊരു അവസ്ഥയ്ക്ക് വേണ്ടി ഭാരതത്തിൻ്റെ പിന്തുണ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. എന്നാൽ ഭാരതം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഡേറ്റും, അതായത് ഈ വേനൽക്കാലങ്ങളിൽ സമ്മറിൽ നടക്കുമെന്നല്ലാതെ ഈ സമ്മേളനത്തിൻ്റെ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടുമില്ല എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഷയം. ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുക? ഭാരതവും റഷ്യയും തമ്മിലുള്ള മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഏത് പശ്ചാത്തലത്തിലായിരിക്കും ചർച്ചകൾ പുരോഗമിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ആ ഒരു എത്നിക് ഒറിജിനുള്ള പ്രദേശത്തേക്ക് കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രിയെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിലാണ് വിദേശകാര്യമന്ത്രി ചില വിദേശകാര്യ നിലപാടുകൾ വ്യക്തമാകത്തോടൊപ്പം ഈ യുക്രൈൻ്റെ നിലപാടും വ്യക്തമാക്കിയത്. സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുക എന്നത് ഭാരതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച വ്യക്തത ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും യുക്രൈന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അനിവാര്യമെങ്കിൽ അത് നൽകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രം, അതായത് എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അന്തിമമായൊരു തീരുമാനം ഇത് സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഭാരതം ഈ മറ്റു രാജ്യങ്ങൾക്ക്, അതായത് യുക്രൈൻ ആകട്ടെ, അതുപോലെ തന്നെ പലസ്തീനാകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ഇത്തരത്തിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമാധാനം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന നിർണായക ചർച്ചകൾ ഒഴിവാക്കാനാകാത്തൊരു ഭാഗമായിരിക്കുന്നു. അത് ലോക ഗുരുവായി ഭാരതം മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു തെളിവായി തന്നെ കണക്കാക്കാം. എങ്കിലും എന്ത് രീതിയിലുള്ള നീക്കമാണ്, എന്ത് രീതിയിലുള്ള പിന്തുണയാണ് ഭാരതം നൽകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആതിര. ശരി.